വൈസ് ചാൻസലറെ തീരുമാനിക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് കേരള സർവകലാശാല പ്രതിനിധിയെ നൽകില്ല. സെനറ്റ് തീരുമാനം ചാൻസലറെ രേഖാമൂലം അറിയിച്ചു. സർവകലാശാല നിയോഗിച്ച ഉദ്യോഗസ്ഥൻ രാജ്ഭവനിലെത്തിയാണ് തീരുമാനം അറിയിച്ചത്. വിവരങ്ങൾ എസ് ഷീജ നൽകും. കഴിഞ്ഞ ദിവസം ചേർന്ന കേരള സർവകലാശാലയുടെ സെനറ്റ് യോഗത്തിൽ വലിയ പ്രതിഷേധമാണ് അതിന്റെ അജണ്ട വായിച്ചപ്പോൾ തന്നെ ഉണ്ടായത്. പ്രത്യേകിച്ചും പ്രധാന അജണ്ട എന്ന് പറയുന്നത് സർവകലാശാലയുടെ VC നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാലയുടെ പ്രതിനിധിയെ നൽകണം എന്നുള്ളത് ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ ആവശ്യപ്പെട്ടിരുന്നു. ഗവർണറുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഒരു സെനറ്റ് യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സെനറ്റ് യോഗം തന്നെ മാനദണ്ഡങ്ങൾക്ക് നിരക്കുന്നതല്ല എന്നുള്ളതായിരുന്നു പ്രധാനമായും ഭൂരിപക്ഷം അംഗങ്ങളും ഉയർത്തിക്കാട്ടിയതും. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇടതംഗം ഈ സെനറ്റ് യോഗത്തിൽ തന്നെ ഒരു പ്രമേയം അവതരിപ്പിച്ചു. അതായത് കേരള സർവകലാശാലയുടെ പ്രതിനിധിയെ സെർച്ച് കമ്മിറ്റിയിലേക്ക് നൽകേണ്ടതില്ല എന്നുള്ളൊരു പ്രമേയമായിരുന്നു. ഈ പ്രമേയത്തെ 64 അംഗങ്ങൾ പിന്തുണയ്ക്കുകയും ചെയ്തു. ആ പ്രമേയമാണ് സെനറ്റ് യോഗത്തിന്റെ മിനിറ്റ്സ് അടക്കം സെനറ്റ് യോഗത്തിൽ അധ്യക്ഷ വഹിച്ചത് പ്രോ ചാൻസലർ കൂടിയായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ആയിരുന്നു. ആർ ബിന്ദുവിന്റെ ഒപ്പോടുകൂടി തന്നെ സർവകലാശാല നിയോഗിച്ച ഉദ്യോഗസ്ഥൻ ഇന്ന് രാജ്ഭവനിൽ എത്തിയാണ് ഗവർണർക്ക് ഈ ഒരു തീരുമാനം കൈമാറിയത്. സെനറ്റ് യോഗത്തിന്റെ മിനിറ്റ്സ് അടക്കമാണ് കൈമാറിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ കൃത്യമായി പറയുന്നത് കേരള സർവകലാശാലയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതിനിധി സെർച്ച് കമ്മിറ്റിയിലേക്ക് ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. അതേസമയം ഈ ഒരു യോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ വലിയ തോതിലുള്ള വിമർശനമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും താൻ ചുമതലപ്പെടുത്തിയത് VC ആണ്. ഇത്തരത്തിലൊരു സെനറ്റ് യോഗം വിളിക്കാൻ VC ആണ് ചുമതലപ്പെടുത്തിയത്. അർഹതയില്ലാത്ത നടപടിയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നതാണ് പ്രധാനമായും ഗവർണർ ഉന്നയിച്ച വിമർശനം. I am not interested to know what she is saying. She seems to be totally rudderless. She seems to have no basic manners. She seems to be totally ignorant, and she has no respect for the court and the law of the land. She has no authority to go there. എന്നാൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആരാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് എന്നത് എല്ലാവർക്കും കൃത്യമായി അറിയാം. അതൊരു ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലാകുന്ന കാര്യമാണ് എന്നതായിരുന്നു ഗവർണറുടെ സമീപനത്തിനോട് മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചത്. സെനറ്റ് എന്ന് പറയുന്നത് സർവകലാശാലയുടെ പരമോന്നത ജനാധിപത്യ വേദിയാണ്. അതാണ് ഡിസിഷൻ മേക്കിംഗ് ബോഡിയായിട്ട് വരേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് ഉണ്ടാകേണ്ടത്. അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ട കാര്യമാണ്. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ചാൻസലർക്കെതിരെ പ്രതിഷേധിക്കുന്ന SFI പ്രവർത്തകർക്ക് നേരെയും വലിയ വിമർശനം, പ്രത്യേകിച്ചും വലിയൊരു ആരോപണമാണ് ഗവർണർ ഇന്നിപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹം പറഞ്ഞത് തനിക്കെതിരെ പ്രതിഷേധിക്കുന്നത് SFI പ്രവർത്തകർ ഒറ്റയ്ക്കല്ല, മറിച്ച് PFI സംയുക്തമായിട്ടാണ് അവർ പ്രതിഷേധിക്കുന്നത് എന്നുള്ളൊരു വലിയ ആരോപണം തന്നെയാണ് അദ്ദേഹം ഉന്നയിച്ചത്. That all these protests which are being organized against me, they are not by SFI alone. That is a joint venture of SFI and PFI. Nilemil, 12 persons were arrested. 7 of them belong to PFI. ഏതായാലും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയപ്പോൾ തന്നെ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങി രാജ്ഭവൻ എത്തുന്നതിനിടയിൽ വെച്ച് തന്നെ 2 ഇടങ്ങളിൽ SFI പ്രവർത്തകർ പ്രതിഷേധിച്ചു. തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിക്ക് സമീപവും അതോടൊപ്പം തന്നെ AKJ സെന്ററിന് സമീപത്തുമായിട്ടായിരുന്നു പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചത്. ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും, അതിലൊരു വിട്ടുവീഴ്ചയുമില്ല എന്നുള്ള കാര്യം തന്നെയാണ് SFI പ്രവർത്തകരും വ്യക്തമാക്കിയത്. ശ്രീജയാണ് വിവരങ്ങൾ നൽകിയത്.